ഒന്നുമില്ല മാഡം. പാർവതി, നിനക്ക് എന്നോട് ഇനിയും എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. അത് മാഡം, അത് ഋതിക ചോദിച്ചിട്ട് മാഡം വിട്ടില്ലല്ലോ. എനിക്ക് സമ്മതം തരുകയും ചെയ്തു. അതെന്തുകൊണ്ടാ? ബർത്ത്ഡേ ഫംഗ്ഷന് പോകാനൊന്നുമല്ല അവള് പെർമിഷൻ ചോദിച്ചത്. ബോയ് ഫ്രണ്ടിനോടൊപ്പം കറങ്ങാൻ പോവാനാ. ഇവിടെയുള്ള പെൺകുട്ടികളുടെയൊക്കെ മുഖം നോക്കി ഞാൻ മനസ്സ് വായിക്കും. ഇത്രയും കാലം ഇവിടെ താമസിച്ചിട്ടും അവൾക്കതൊന്നും മനസ്സിലായിട്ടില്ല. വൈകണ്ട, പാർവതി പൊയ്ക്കോളൂ. എന്ത് രസമല്ലേ? അതെ, ഈ ചപ്പാത്തിയും പയറേറിയും കഴിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട നേരത്ത് നമ്മൾ എന്തിനാ ഈ കടപ്പുറത്ത് വന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ചോദിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ആരും ഒന്നും പറയുന്നുമില്ല. അത് വേറൊന്നും അല്ല സൗസവും, നല്ല ആവോലി കറി കൂട്ടി ഊണ് കഴിക്കാൻ ജയന്തിക്ക് ഒരാഗ്രഹം. അപ്പോ പ്രിയനാ പറഞ്ഞത് അങ്ങ് കടലിൽ പോയി 4-5 ആവോലി പിടിച്ചിട്ട് വരാന്ന്. എല്ലാരും ഉണ്ടെങ്കിൽ മിണ്ടിയും പറഞ്ഞങ്ങ് പോവാലോ. അതുകൊണ്ടാ എല്ലാവരോടും ഇവിടെ വരാൻ പറഞ്ഞത്. കടലിൽ പോവാൻ തോണി വേണ്ടേ? എന്റെയും പ്രിയന്റെയും ബൈക്കുണ്ടല്ലോ, അതിന് പോവാലോ. ഇത്രയും പേര് 2 ബൈക്കിലോ? ഓ, ഇങ്ങനൊരു മന്ദബുദ്ധി. അപ്പൊ ഇനി ആരും വരാനില്ലല്ലോ. നമ്മൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് ഇവളോട് തുറന്നു പറഞ്ഞാലോ? നിൽക്ക്, പാർവതി എത്തിയില്ലല്ലോ. പാർവതിയും വരുന്നുണ്ടോ? കടപ്പുറം, രാത്രി സമയം, കാറ്റും കൊണ്ട് കൈയും പിടിച്ച് നടന്ന് അവളോട് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയ അവസരം. ഈ ചാൻസ് വിട്ടുകളെ